സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖത്തിൽ കടുത്ത മറുപടിയുമായി മുഖ്യമന്ത്രി. അവസരം തന്നാൽ എന്തും പറയാമെന്ന നിലയാകരുത് കാര്യങ്ങൾ എന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവാരത്തെക്കുറിച്ച് ഷിബു ചക്രവർത്തി ഉന്നയിച്ച ചോദ്യത്തിനാണ് പ്രതികരണം. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചില പോരായ്മകളുണ്ട്, എന്നാൽ ഇകഴ്ത്തി കാട്ടരുതെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. സ്ഥാപനത്തെ അങ്ങനെയാണോ സമീപിക്കേണ്ടത്? ഇവിടെ നിങ്ങൾ കലാരംഗവുമായി ബന്ധപ്പെട്ടവരാണല്ലോ മുഴുവൻ ആളുകൾ ഇരിക്കുന്നത്. എന്തോ ഒരു പറ്റാത്ത സാധനമാണത്. അവിടെ കുട്ടികളെ അയക്കാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് അല്ലേ നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചത്? ആ തരത്തിലുള്ളൊരു സ്ഥാപനമാണോ എന്നത്? നല്ല ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ? എന്ത് വീഴ്ചയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അഭിപ്രായം പറയാൻ അവസരം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സ്ഥാപനത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിൽ അഭിപ്രായം പറയുക. ആസിഫ് മുഹമ്മദ് ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ആസിഫ്, ഇന്നായിരുന്നു ഈ സാംസ്കാരിക നായകന്മാരുമായിട്ട് മുഖ്യമന്ത്രി മുഖാമുഖം നടത്തിയത്. അപ്പോൾ മുഖ്യമന്ത്രി ചൊടിപ്പിക്കാനുള്ള ചോദ്യം എന്തായിരുന്നു? നമുക്ക് ഈ ചോദ്യം സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം, അതായത് ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചാണ് ഷിബു ചക്രവർത്തി സംസാരിച്ചത്. അതിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചില പോരായ്മകളുണ്ട്. അവിടുത്തെ പഠന ഗുണനിലവാരത്തെ കുറിച്ചടക്കം അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ നിലവാരം ഇല്ലാത്ത തരത്തിലാണ് അതിന്റെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഷിബു ചക്രവർത്തി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചത്. അതിന് മറുപടി നൽകവെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അത്തരത്തിൽ പ്രചരിപ്പിക്കരുത്, താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അവിടെ കുട്ടികളെ വിട്ട് പഠിപ്പിക്കാൻ കഴിയാത്തൊരു സ്ഥാപനം ആണ് അത് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന തരത്തിലായിരുന്നല്ലോ താങ്കൾ ഇത്തരത്തിൽ സംസാരിച്ചത്. ഈ അവസരം തന്നാൽ എന്തും പറയാമെന്ന നിലയിൽ ആവരുത് കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചില പോരായ്മകളുണ്ട് എന്ന് നിലവിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിലെ ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാം, എന്നാൽ ഇത്തരത്തിൽ ഇകഴ്ത്തി കാട്ടരുത് എന്നും മുഖ്യമന്ത്രി ഈ ഒരു മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ മറുപടി അവിടെ മുഖ്യമന്ത്രി മറുപടി നൽകിയതിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കേൾപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഷിബു ചക്രവർത്തി ഉന്നയിച്ച കാര്യങ്ങൾ അതിൽ കഴമ്പില്ലാതെ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംസാരിച്ചു തുടങ്ങുകയും അദ്ദേഹം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം ഈ നിലവാരമില്ലായ്മ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഷിബു ചക്രവർത്തി സംസാരിച്ചത്. അത് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ സംസാരം ശരിയായ രീതിയിലായിരുന്നില്ല. അവിടെ കുട്ടികളെ വിട്ട് പഠിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് ഷിബു ചക്രവർത്തി സംസാരിച്ചത് എന്നും മുഖ്യമന്ത്രി ഈ ഒരു മറുപടിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് മുഖ്യമന്ത്രി ഈ മറുപടിയിൽ പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ സംസാരിക്കാനും സമ്മതിക്കാനും അവസരം എന്ന പേരിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു നില ഉണ്ടാവരുത് എന്നും മുഖ്യമന്ത്രി മറുപടിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സാംസ്കാരിക പ്രവർത്തകരും മായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖാമുഖം പരിപാടി തൃശ്ശൂരിൽ നടന്നത്. അതിൽ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നടന്ന സംവാദത്തിലും ഈ ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം അതിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഉദ്ഘാടന സമ്മേളനം മാത്രമാണ് മാധ്യമപ്രവർത്തകർക്കടക്കം ഈ നമുക്ക് എടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന സംവാദങ്ങൾ, ചോദ്യോത്തര പരിപാടികൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രതിനിധികളായി വന്ന ആളുകൾക്ക് മാത്രമാണ് അതിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നത്. ആ ഒരു പ്രതിനിധിയായി പങ്കെടുത്ത വേളയിൽ ഷിബു ചക്രവർത്തി ഈ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയുകയും ചെയ്തു. ശരി, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവാരത്തെക്കുറിച്ച് ഷിബു ചക്രവർത്തി ഉന്നയിച്ച ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചില പോരായ്മകളുണ്ട്, എന്നാൽ ഇകഴ്ത്തി കാട്ടരുതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ആസിഫ് മുഹമ്മദ്.